ഹരി ഓം. ഏവർക്കും ആസ്ട്രോളജിക്കൽ ലൈഫിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഞാൻ AS ദേവനന്ദു. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നവംബർ മാസഫലമാണ്. അപ്പോൾ കർക്കിടക ലഗ്നക്കാർക്ക് എന്തൊക്കെ ഫലങ്ങളാണ് ഈ ഒരു മാസം കാത്തു നിൽക്കുക എന്ന് നോക്കാം അല്ലേ. ഇപ്പം കർക്കിടക രാശിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ വ്യാഴം ജന്മത്തിൽ നിൽക്കുന്ന സമയമാണ് അല്ലേ. കർക്കിടക രാശിയിലാണ് വ്യാഴം നിൽക്കുക എന്ന് പറയാം. സോ നമ്മുടെ ജാതകത്തിൽ കർക്കിടകത്തിലാണ് എന്ന ശരി, അങ്ങനെയായിരിക്കും നമ്മുടെ ലഗ്നം എന്ന് പറയുന്നത് എന്താണ്, കർക്കിടക ലഗ്നമാണ് കേട്ടോ. അപ്പം എന്താണ് ലഗ്നം ഇതൊന്നും അറിയില്ലാത്തവർക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് പറയുന്നു മാത്രമേ ഉള്ളൂ. ജാതകത്തിൽ എന്ന എഴുതിയ രാശി ഏതാണോ ആ രാശി നമ്മൾ പറയുന്നതാണ് നിൽക്കുന്ന, അതായത് ലഗ്നം നിൽക്കുന്ന രാശിക്ക് പറയുന്നത് ലഗ്നം എന്ന് അല്ലേ. അപ്പം നമ്മളത് കർക്കിടകത്തിൽ നിൽക്കുമ്പോൾ കർക്കിടക ലഗ്നം എന്നാണ് പറയുക. അപ്പം കർക്കിടക ലഗ്നക്കാർക്ക് നോക്കിക്കഴിയുമ്പോൾ നമുക്കറിയാം, ഇപ്പം ഗോചരാൽ വ്യാഴം ജന്മത്തിൽ നിൽക്കുന്ന സ്ഥിതിയാണ് നിൽക്കാന്ന് പറയാം. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ടൈമിൽ നമുക്ക് കർക്കിടക രാശിക്കുള്ള കർക്കിടക ലഗ്നക്കാർക്ക് ഒരു ആത്മധൈര്യം, ഒരു മൈൻഡോട് കുറച്ചുകൂടി കരേജ്, നല്ലൊരു ധൈര്യത്തെ നമുക്ക് സപ്പോർട്ട് തരുന്ന ഒരു സമയമാണ്. കുജനെ സംബന്ധിച്ച് നോക്കുമ്പോൾ വൃശ്ചികത്തിൽ നിൽക്കുന്ന സ്ഥിതിയാണ്. എന്നാൽ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയും വരുന്നുണ്ട്. 4 ശുക്രൻ മൂല ത്രികോണത്തിൽ നിൽക്കുന്ന സമയമാണ്. അതുപോലെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ 5 കുജനം നിൽക്കുന്ന സമയമാണ്. തൊഴിൽ സംബന്ധമായിട്ട്, പ്രൊഫഷണൽ റിലേറ്റഡ് ആയിട്ട്, ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾ തൊഴിലിൽ പരിശ്രമത്തിൽ അനുസരിച്ച് റിസൾട്ടിലേക്ക് എത്തുന്ന സമയമായിട്ട് നമുക്ക് പറയാൻ പറ്റും. ശരിയായ തീരുമാനങ്ങൾ ജോലി സംബന്ധമായി എടുക്കാൻ പറ്റുന്ന സമയമാണ്. ബിസിനസ്സിലായാലും നല്ല കൃത്യമായ നല്ല ചിന്താഗതികൾ, നല്ല തീരുമാനങ്ങളൊക്കെ എടുക്കാൻ, നല്ല ഡിസിഷൻസ് ഒക്കെ എടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ എടുക്കാൻ സാധിക്കുന്ന ഒരു മാസമായിരിക്കും ഈ നവംബർ മാസം എന്ന് പറയുക. നമുക്ക് നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു മാസമാണ് ഈ നവംബർ മാസം എന്ന് പറയുന്നത്. ബിസിനസ്സിൽ നമുക്ക് ഒരു തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നല്ലതാണോ ചീത്തയാണോ തീരുമാനത്തിൽ ആലോചിച്ച് നിൽക്കുമ്പോൾ നമുക്ക് വ്യക്തമായൊരു തീരുമാനത്തിലേക്ക് എത്തുവാനും ആ തീരുമാനം നമുക്ക് അത്രയും കറക്റ്റായിട്ട് കിട്ടുകയും ആ ഒരു നല്ല രീതിയിലുള്ള തീരുമാനം നിമിത്തം നമുക്ക് മുമ്പോട്ടുള്ള നമ്മുടെ ബിസിനസ് ജീവിതത്തിൽ കുറച്ചുകൂടി ഉയർച്ചയിലേക്ക് എത്താനും സാധിക്കുന്ന ടൈമിൽ തന്നെയാണ് ഇതിന് പറയുന്നത്. തൊഴിലൊക്കെ മാറണം നോക്കുന്നവർക്ക് അതിനൊക്കെ അനുകൂലമായ സമയം തന്നെയാണ്. ഒരു മാറ്റമൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അത് അനുകൂലമായ സമയമാണ്. ഒരു ഫേവറബിൾ ടൈമാണ്. അതായത് നമ്മൾ തൊഴിൽ സംബന്ധമായിട്ട് നോക്കുകയാണ്, അല്ലെങ്കിൽ ബിസിനസ് സംബന്ധമായിട്ട്, നമ്മളെ പ്രൊഫഷണൽ റിലേറ്റഡ് സാമ്പത്തികമായി നോക്കിക്കഴിഞ്ഞാൽ മൊത്തത്തിൽ ഒരു അനുകൂലം അവസ്ഥ, സാമ്പത്തികമായിട്ട് കുറച്ച് മെച്ചത്തിലേക്ക് എത്താനും സാധിക്കുന്ന ഒരു മാസം തന്നെയാണ് ഈ നവംബർ മാസം എന്ന് പറയുക കേട്ടോ. അടുത്ത് നമ്മൾ എടുത്ത് പറയുമ്പം ഫാമിലി ലൈഫ്, കുടുംബജീവിതം, മാരേജ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ടൈം എന്ന് പറഞ്ഞാൽ വ്യാഴം ജന്മത്തിൽ നിൽക്കുകയും 7ലേക്ക് ദൃഷ്ടി വരുന്നുണ്ട്. അതുപോലെ തന്നെ 7ാം ഭാവാധിപൻ എന്ന് പറയുന്നത് ശനിയാണ്. ആ ശനിയിലേക്കും വ്യാഴത്തിന് ദൃഷ്ടി പറയുന്നുണ്ട്. അതേപോലെ നിന്ന് നോക്കിക്കഴിയുമ്പോൾ വിവാഹം റിലേറ്റഡ് ആയിട്ടുള്ള പരിശ്രമത്തിനൊക്കെ കൃത്യമായ റിസൾട്ട് വരിക. ചിലർക്ക് ഈ മുമ്പ് മാസം, അതായത് ഒക്ടോബർ മാസങ്ങളിൽ തന്നെ വിവാഹം കഴിഞ്ഞവരുണ്ടായിരിക്കാം. ഓക്കെ, ഇപ്പം അല്ലെങ്കിൽ പെട്ടെന്ന് ഈ മാസം നവംബറിൽ തന്നെ വിവാഹം നടക്കാൻ ആലോചിക്കുന്നവർ, അല്ലെങ്കിൽ ഡിസംബറിലേക്ക് വിവാഹം തീരുമാനിക്കുന്നവരൊക്കെ ഈ ഒരു മാസത്തിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് സപ്പോർട്ട്, അല്ലെങ്കിൽ കൂടുതലായിട്ടൊരു ഫേവറിൽ ചെയ്യുന്നൊരു മാസമാണ്. ശുക്രനെ സംബന്ധിച്ച് 4 നിൽക്കുകയും ചൊവ്വയെ സംബന്ധിച്ച് 5 നിൽക്കുന്ന സമയമാണ്. പക്ഷേ രാഹു കേതുക്കൾ 8, 2 ഭാവങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നത് മനസ്സിലാക്കുക. അവിടെ ചില ചെറിയ തടസ്സങ്ങൾ, ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും, ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. കുടുംബജീവിതത്തിൽ ഇപ്പം ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലായാലും ചെറിയ ഇഷ്യൂസൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത നമുക്കവിടെ തള്ളിക്കളയാൻ സാധിക്കുക. എന്നായിരുന്നാലും നമുക്ക് ആ ഒരു പ്രശ്നത്തിലൊക്കെ മറികടന്ന് കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു മാസം തന്നെയാണ് നവംബർ മാസം എന്ന് പറയാം കേട്ടോ. സ്ത്രീകളെ സംബന്ധിച്ച് എടുത്തു പറയുകയാണെങ്കിൽ കുറച്ച് ഫിനാൻഷ്യലി കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നവർക്ക് അതൊക്കെ സോൾവ് ചെയ്യാൻ പറ്റുന്ന സമയമാണ്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഒരു പരിധിവരെ മാറ്റാൻ പറ്റും. ശനി 9 നിൽക്കുന്ന സമയമാണ്. സമാധാനത്തോടെ നമുക്ക് ഓരോ കാര്യങ്ങളും നോക്കി കണ്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു കുടുംബജീവിതം നയിക്കാൻ പറ്റുന്ന സമയമാണ് ഇതെന്ന് പറയുന്നത്. കേതു 2ലും രാഹു 8 നിൽക്കുന്ന സമയമാണ്. നമുക്ക് ഇടയ്ക്കിടയ്ക്ക്, അതായത് സ്ത്രീകൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു മൂഡ് സ്വിങ്സ്, ഒരു എപ്പോഴും മാറി മാറി വരുന്ന ഒരു സാഹചര്യങ്ങൾ കൂടുതലായിട്ട് അനുഭവപ്പെടുന്ന അവസ്ഥയായിരിക്കും. സോ ഈ സമയത്ത് കർക്കിടക രാശി ജനിച്ച സ്ത്രീകളെ പ്രത്യേകിച്ച് ഓവർ എക്സ്പെക്ടേഷനിലേക്കൊന്നും പോവാതിരിക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത്. ഒരു നമ്മൾ അന്നത്തെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പോവുക, നമുക്ക് വേണ്ട ആഗ്രഹങ്ങളൊക്കെ നമ്മൾ സെറ്റാക്കി അതിന് വേണ്ടിയുള്ള പ്ലാനുകളൊക്കെ ചെയ്യുക. നമ്മൾ ഓവറായിട്ട് ഒന്നും പ്രതീക്ഷിക്കുകയോ ഓവർ എക്സ്പെക്ടേഷനിലേക്ക് ഒന്നും പോകാതിരിക്കുകയായിരിക്കും നല്ലതെന്ന് പറയുന്നത്. ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു നവംബർ മാസം എന്ന് പറയുന്നത് ഒരു അനുകൂലമായ മാസമായിട്ട് കരുതാവുന്ന മാസമാണ്. വ്യാഴത്തിൻ്റെ സഹായങ്ങളൊക്കെ ഉണ്ട്. സോ നമ്മുടെ ബ്രെയിനൊക്കെ നല്ല രീതിയിൽ ആക്ടിവേഷൻ ചെയ്യുന്ന ഒരു ടൈം തന്നെയാണെന്ന് പറയുന്നത്. വിദ്യാർത്ഥികൾ പരീക്ഷകളൊക്കെ വെയിറ്റ് ചെയ്യുന്നവർ, കോമ്പറ്റേറ്റീവ് എക്സാംസിനായാലും സാധാരണ എക്സാംസിനൊക്കെ ആയാലും പ്രിപ്പയർ ചെയ്യുന്നവരും അതിനുവേണ്ടി നോക്കി നിൽക്കുന്നവർക്കൊക്കെ അനുകൂലമായി കാണുന്ന മാസം തന്നെയാണ്. പഠിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യസമയത്ത് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു മാസം തന്നെയായിട്ട് കാണാം ഈ നവംബർ മാസം എന്ന് പറയാം കേട്ടോ. അടുത്ത ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ രാഹു കേതുക്കൾ നിൽക്കുന്ന സമയമാണ്. ചില ഇഷ്യൂസൊക്കെ ഉണ്ടാകും, സ്കിൻ റിലേറ്റഡ് ഇഷ്യൂസ്, സ്കിൻ ഡിസീസുകൾ, ബോക്ക്, അതുപോലെ തന്നെ പല്ല് സംബന്ധമായിട്ട് കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. സോ
എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ആരോഗ്യ സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ തോന്നിക്കഴിഞ്ഞാൽ കൃത്യമായ വൈദ്യപരിശോധന നടത്തുകയും അത് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുകയും ഉത്തമമായിരിക്കും കേട്ടോ. അതൊരു 55-60 വയസ്സ് മുകളിലേക്കുള്ളവർ ചിന്തിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ടൈം എന്ന് പറഞ്ഞാൽ വലിയ കാര്യത്തിലൊന്നും ഇറങ്ങാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന് പറയുന്നത്. അതിനൊക്കെ കുറച്ച് വെയിറ്റ് ചെയ്യാം. ഇനി അതല്ല നല്ലൊരു ഇതാണെങ്കിൽ നമുക്ക് കുറച്ച് പ്ലാനുകൾ അതിന് വേണ്ടി സംസാരിക്കുകയൊക്കെ ഒന്ന് ചെയ്യാം. പക്ഷെ അതിലേക്ക് എടുത്ത് ചാടേണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞ ഈ ഒരു മാസം കേട്ടോ. ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് ഉത്തമമായിരിക്കും. പിന്നെ ഇതൊക്കെ എന്ന് പറയുമ്പം നമുക്കറിയാം ഇപ്പോൾ കർക്കിടക ആഴ്ചക്കാരെ സംബന്ധിച്ച് ഈ ഒരു പ്രിഡിക്ഷൻസ് എന്ന് പറയുന്നത് എന്താണ്, ഒരു പൊതുഫലമാണ് അല്ലേ. ഒരു കർക്കിടക ലഗ്നത്തിൽ ജനിച്ച എത്ര പേരുണ്ട് അത്രയും പേർക്കുമായിട്ട് നമ്മൾ ചെയ്യുന്നൊരു വീഡിയോ ആണ് എന്ന് പറയുന്ന ഒരു കോമൺ പ്രിഡിക്ഷൻ ആണ്. ഓക്കെ, വ്യക്തിപരമായിട്ടുള്ള നമ്മുടെ ജാതകത്തിൽ ഓരോ ഗ്രഹങ്ങളുടെ പൊസിഷൻ, ഓരോ ഗ്രഹങ്ങൾ ഏതൊക്കെയാണ് അല്ലെങ്കിൽ അവരുടെ ബലങ്ങൾ എങ്ങനെയാണെന്ന് നോക്കുക. നമുക്കിപ്പോൾ ഏത് ദശ നടക്കുന്നത്, ഏത് അപഹാരമാണ് നടക്കുന്നത്, ദശാനാഥൻ ആരാണെന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഈ ഒരു ടൈമിൽ നമ്മളുടെ ഒരു കറണ്ട് പൊസിഷനിലെ കറണ്ട് പെർസൻസ് കൂടെ നമ്മൾ കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ മാത്രമാണ് ഒരു വ്യക്തിപരമായിട്ടുള്ള പൊസിഷനിലേക്ക് എത്താൻ പറ്റുള്ളൂ. നമ്മൾ ഹോറോസ്കോപ്പ് ചെക്ക് ചെയ്താൽ മാത്രമേ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ അല്ലേ. നമ്മുടെ ബർത്ത് ചാർട്ട് ചെക്ക് ചെയ്യണം. അപ്പോൾ അത് മാത്രമേ നമുക്ക് വ്യക്തിപരമായിട്ടെന്ന് പറയാൻ പറ്റുള്ളൂ. മറ്റേ കോമൺ പൊസിഷൻസ് ആണ്. അതെന്താണ്, ഒരു അല്ലെങ്കിൽ ആവറേജ് ഒരു ഐഡിയ കിട്ടാൻ ഒരു മന്ത് എങ്ങനെയുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ പൊതുവെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കർക്കിടക ആഴ്ച സംബന്ധിച്ചാൽ ആവറേജ് വലിയ പ്രശ്നങ്ങളോ വലിയ ദോഷങ്ങളൊന്നും കാണാത്തൊരു മാസം തന്നെയാണ് ഈ ഒരു മാസം എന്ന് പറയുന്നത്. നവംബർ മാസം എന്ന് പറയുന്നത് മനുഷ്യഭാഗത്ത് വിശ്വാസത്തോടെ പോകാൻ സാധിക്കുന്ന ഒരു മാസം തന്നെയാണ് ഈ ഒരു മാസം എന്ന് പറയുന്നത് കേട്ടോ. ഒരു തരത്തിലുള്ള മറ്റൊരു തരത്തിലായാലും നമുക്ക് നേട്ടാനുഭവങ്ങളൊക്കെ പ്രദാനം ചെയ്യുന്ന മാസം തന്നെയാണ്. നിങ്ങളെ സംബന്ധിച്ചോളം ഈ ഒരു ടൈമിൽ ഇടയ്ക്ക് നവഗ്രഹ ക്ഷേത്രത്തിൽ സഞ്ചരിക്കുകയും നവഗ്രഹ ആരാധന അല്ലെങ്കിൽ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ വഴിപാടുകൾ നവഗ്രഹങ്ങൾക്കായിട്ട് ചെയ്യുന്നതൊക്കെ ഉത്തമമായിരിക്കും. അതുപോലെ തന്നെ ഇടയ്ക്ക് ക്ഷേത്ര ദർശനങ്ങൾ നടത്തുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ മാസത്തിലൊന്ന് നമ്മുടെ നക്ഷത്രം വരുന്ന ദിവസം തന്നെ ചെയ്യാൻ പറ്റുമെങ്കിൽ അത്ര നല്ല. അന്നൊരു ദിവസം ഉപവാസം അല്ലെങ്കിൽ വ്രതമൊക്കെ അനുഷ്ഠിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഉപവാസം എടുക്കണമെന്നില്ല, നമുക്കിപ്പോൾ ഒരു നേരം ആഹാരം കഴിക്കുന്ന രീതിയോ ആ രീതിയിൽ നോക്കാം. പിന്നെ ഉപവാസമൊക്കെ എടുക്കുന്നവരാണെങ്കിൽ ആരോഗ്യസ്ഥിതിയും കൂടെ നോക്കി മാത്രമേ നമ്മൾ ഉപവാസമായാലും വ്രതമായാലും എടുക്കാവുള്ളൂ. നമ്മുടെ ആരോഗ്യം എത്രയാണ് ഇതിനൊക്കെ ഒരു അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് സ്പിരിച്വാലിറ്റി മാത്രമല്ല, നമ്മുടെ ഹെൽത്തും കൂടെ ഉണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ആരോഗ്യം നല്ലതാണെങ്കിൽ മാത്രമേ അനുസരിച്ച് നമ്മൾ വ്രതം എടുക്കുള്ളൂ. പിന്നെ വ്രതം എടുത്തു കഴിയുമ്പം നമുക്ക് കൂടുതലും ഈശ്വര ചിന്ത, ഈശ്വര വിചാരം, ഈശ്വരനാമങ്ങളിലൊക്കെ ആയിരിക്കണം വേണ്ടത്. എല്ലാ സമയത്ത് ഉറക്കം അല്ലെങ്കിൽ ആ സമയത്ത് മൊബൈൽ കാണില്ല, TV കാണില്ല, അല്ലെങ്കിൽ ആളുകളോട് സംസാരിക്കുമ്പോൾ ഇതൊന്നല്ല വേണ്ട. വ്രതം എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഉപവാസം എടുക്കുമ്പോൾ അതിൻ്റെതായ രീതിയിൽ ഇരുന്ന് നമ്മളിപ്പോൾ ആരെ ഉദ്ദേശിച്ചാണ് അല്ലെങ്കിൽ എന്ത് കാര്യം വിചാരിച്ചാൽ അതിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് അന്നേ ദിവസം ആ വ്രതം എടുക്കുന്നതുകൊണ്ടാണ് യാതൊരു പ്രയോജനം എന്ന് പറയാം. അപ്പം നമ്മളൊരു സുബ്രഹ്മണ്യ പ്രീതിക്കാണെങ്കിൽ നമ്മൾ അതിന് വ്രതം എടുക്കണമെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ആ ദിവസം സുബ്രഹ്മണ്യനെ പ്രാർത്ഥിക്കുകയും സുബ്രഹ്മണ്യ നാമങ്ങളും കീർത്തനങ്ങളൊക്കെ വായിക്കുകയൊക്കെ ചെയ്യും അല്ലെങ്കിൽ പാരായണമൊക്കെ ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത്. ഓക്കെ, അല്ല അന്നേ ദിവസം മൊബൈൽ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ അന്നേ ദിവസം TV കണ്ടുകൊണ്ട് അല്ലെങ്കിൽ കയറി കിടന്നുറങ്ങി അന്നേ ദിവസം കഴിഞ്ഞ് കിട്ടുക എന്ന് പറയുന്നതല്ല. നമ്മളവിടെ അൾട്ടിമേറ്റ് ആയുമ്പോൾ ഈ ഒരു മന്ത്രജപങ്ങളും ഈ ഒരു നമുക്ക് നല്ല കാര്യങ്ങൾ നമ്മളുടെ ചിന്തകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു മാസത്തെ കർക്കിടക രാശിക്കാരെ പ്രത്യേകിച്ചും എന്താണ്, യാതൊരു തരത്തിലുള്ള നെഗറ്റീവ് കാര്യങ്ങളും ചിന്തിക്കാതിരിക്കുക, പോസിറ്റീവായിട്ടുള്ള കാര്യം ചിന്തിക്കുക. നോർമൽ നിങ്ങൾക്ക് പോസിറ്റീവാണ് എന്നിരുന്നാലും ഇപ്പം എല്ലാ മനുഷ്യന്മാരും ഒരുപോലെ അല്ലല്ലോ. ചില ചിന്താഗതികളൊക്കെ ഓട്ടോമാറ്റിക്കലി വരും. അപ്പം അങ്ങനെ വരുന്ന സാഹചര്യങ്ങൾ ആ ചിന്താഗതികളെ മാറ്റി നിർത്തിയിട്ട് മാക്സിമം പോസിറ്റീവായിട്ട് ചിന്തിക്കുക. അപ്പം ഒരാൾ കുറ്റമാണ് നമ്മുടെ മനസ്സിൽ വരുന്നെങ്കിൽ പെട്ടെന്ന് നമ്മളൊന്ന് നമ്മുടെ ആരാധന കൊടുത്ത് നമ്മൾ വിശ്വസിക്കുന്ന ആ ഈശ്വരനെ ശക്തിയെ മനസ്സിൽ ധ്യാനിച്ചിട്ട് അവർക്ക് എന്ത് ഗുഡ് പോയിന്റാണ് നമുക്ക് പറയാനുള്ളത് അത് മനസ്സിൽ വിചാരിക്കുക. അല്ലാതെ അവരുടെ നെഗറ്റിവിറ്റി, ഒരാളുടെ പോരായ്മ നമ്മൾ ചൂണ്ടിക്കാണിക്കാൻ നിൽക്കാതെ, ഒരാളുടെ കുറ്റം നമ്മൾ എടുത്തു പറയാതെ, അല്ല ഒരാൾക്ക് നാശം സംഭവിക്കുക എന്ന രീതിയിൽ പ്രാർത്ഥന അതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യാതെ ഈ മാസം പ്രത്യേകം ശ്രദ്ധിക്കുക. അത് കൂടുതൽ നമ്മളെ എന്താണ് നെഗറ്റീവ് ഷെയ്ഡിലേക്ക് ആക്കാനും നമുക്ക് കിട്ടുന്ന അനുകൂല ഫലങ്ങളെ അത് കളയുന്നതിന് ഒരു കാരണമായി തീരുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് ഉത്തമമായിരിക്കും. പൊതുവെ ഇത്രയൊക്കെയാണ് കർക്കിടക ലഗ്നക്കാർക്ക് ഈ ഒരു മാസം അറിഞ്ഞിരിക്കുന്ന കാര്യങ്ങളെന്ന് പറയാം കേട്ടോ.